ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ചിക്കൻ കറിക്ക് ശേഷം ഞാൻ അവതരിപ്പിക്കുന്ന അടുത്ത ഐറ്റമാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി. അതായത് ഇന്ന് അമ്മ വീട്ടിലില്ല കേട്ടോ. അപ്പോൾ അമ്മ ഇന്ന് പറഞ്ഞാൽ ഉണക്കമീൻ വറുത്ത് വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഉണക്കമീൻ വറുത്ത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അവിടെ കുറേ ഉരുളക്കിഴങ്ങ് കിടക്കുന്നത്. അമ്മ ഉള്ളപ്പോൾ ഇതൊന്നും എനിക്ക് ഉണ്ടാക്കിയതില്ല, കാരണം എനിക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. ഉരുളക്കിഴങ്ങ് അധികം കഴിക്കേണ്ടെന്നാണ് അമ്മയുടെ തിയറി. അതുകൊണ്ട് അമ്മ എനിക്ക് അധികം ഇത് തരാറില്ല. അമ്മ എങ്ങോട്ടെങ്കിലുമൊക്കെ മാറിയാലേ എനിക്ക് ഇങ്ങനത്തെ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ നല്ലപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് മാറാമെങ്കിൽ പിന്നെ എല്ലാം കൂടി ഇതിന് ഒന്നും കൂടി കിടക്കത്തില്ല. ഞാൻ നോക്കിയപ്പോൾ അവിടെ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ എണ്ണ കാച്ചാൻ വേണ്ടി വാങ്ങിച്ച നെല്ലിക്ക കേട്ടോ. പിന്നെ അത് ഒരുപാടായപ്പോഴത്തേക്ക് ബാക്കി ഇതിനകത്ത് ഉപ്പിലിട്ട് വെച്ച്. അപ്പോൾ അതൊന്ന് ഒരെണ്ണെടുത്തിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഉപ്പെല്ലാം പിടിച്ചോന്ന്. പക്ഷെ അതിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഭയങ്കര കട്ടിയാണ്, സോഫ്റ്റ് ആയിട്ടില്ല. ഞാൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് നല്ല സോഫ്റ്റാണ്, പക്ഷെ ഇതെന്താ സോഫ്റ്റ് ആവാത്തത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അവിടെ അമ്മ ലൂബിക്ക ഉപ്പിലിട്ട് വെച്ചേക്കുന്ന ലൂബിക്കയും കാന്താരി മുളകും കൂടെ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പതയൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ അമ്മ ഉപ്പിലിട്ടത് പക്കയായിട്ട് അതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഇറങ്ങി ലൂബിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ കിഴങ്ങ് മെഴുക്കുവരട്ടി ശരിയായി. പിന്നെ ഞാൻ ചോറും കുമ്പളങ്ങ കറിയും ഉണക്കമാന്തലും കൂട്ടി കഴിച്ചു. അപ്പം അത്രയേ ഉള്ളൂ.